പോവാ മുത്തശ്ശി. അധികം വൈകാതെ നമ്മൾ വസന്തേച്ചിയുടെ വീട്ടിൽ വിരുന്ന് പോവാൻ പോവാ. പക്ഷേ വെറുതെ ഭംഗി വാക്ക് പറഞ്ഞാ പോരാ. നീ വിക്രമനും കൂട്ടി വീട്ടിലേക്ക് വരണം. ഫ്രൈഡ് റൈസ് ഒന്നും ഇല്ലെങ്കിലും നല്ല വരാല് വെച്ച് പൊള്ളിച്ച് ചോറ് തരാം. ചേച്ചി മീൻകറിയൊക്കെ നല്ല ടേസ്റ്റ് ആയിട്ട് വെക്കും. ചേച്ചിയുടെ വരാല് പൊള്ളിച്ചത് കഴിച്ചാ ശരിക്കും പറഞ്ഞ നാം കൂടി ഇറങ്ങിപ്പോ. അത് ശരി. വായിക്ക് രുചിയായിട്ട് മീൻകറിയൊക്കെ വെക്കും. പക്ഷേ മനസമാധാനത്തോടെ ഒന്നും കഴിക്കാൻ സമ്മതിക്കില്ലെന്നേ ഉള്ളൂ. അതെ, അത് സത്യം. വസന്തേച്ചി, ഈ പുഴ പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടാ. ഒരു ദിവസം നമുക്ക് അവിടെ അടിച്ച് പൊളിക്കാം. ഞങ്ങളുടെ പുഴ നിറച്ചു മീനാ. മോനെപ്പോ വരുന്ന് പറഞ്ഞാ മതി. അച്ഛാ, പുതിയ വീടിന്റെ പണിയൊക്കെ എന്തായി? ഉടൻ തുടങ്ങും. അടിസ്ഥാനം ഉടനെ തുടങ്ങണം. പിന്നെ ജോലിയിൽ നിന്ന് പിരിഞ്ഞ സ്ഥിതിക്ക് സാമ്പത്തികം ടൈറ്റ് ആയിരിക്കും അല്ലേ? അച്ഛാ, ഞാൻ സഹായിക്കാം. അച്ഛന് പണം എത്ര വേണമെന്ന് പറഞ്ഞാൽ മതി. അല്ല, അതിപ്പോ മോനെ ബാങ്കിലെ ലോൺ ശരിയായിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോ അത്ര വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നുമില്ല. അച്ഛന് അഭിമാനക്കുറവൊന്നും തോന്നണ്ട. ഞാനും ഈ കുടുംബത്തിലൊരു അംഗമല്ലേ. എന്നെ ഒരു അന്യനെ കണ്ട് ഒഴിഞ്ഞു മാറ്റുന്നത്. ബാങ്ക് ലോണും പലിശയും അതിന്റെ തിരിച്ചടവും ഒക്കെ ആയിട്ട് പിന്നെ വീട്ടു ചെലവും കൂടി ആവുമ്പോ അച്ഛന് പണത്തിന് ബുദ്ധിമുട്ടാവും. അത് ഞാൻ പറഞ്ഞപ്പോഴാ ഏട്ടൻ പണം തരാമെന്ന് സമ്മതിച്ചത്. അതൊരു നല്ല കാര്യമല്ലേ? അളിയൻ മനസ്സറിഞ്ഞു തരുന്നതല്ലേ? അത് വാങ്ങണം അച്ഛാ. പുതുതായി വെക്കുന്ന വീട്ടില് 5 മക്കൾക്കും തുല്യ അവകാശമായിരിക്കും. അതിലൊരവകാശി വർഷം കൂടിയല്ലേ. ആ നിലയ്ക്ക് പണം സ്വീകരിക്കാം.